ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനൽ ടാരോ വാരിയർ മലയാളമാണ്. എല്ലാവർക്കും ഇവിടെ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ടോറസ്, നമ്മൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് നോക്കാം, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക, എന്ന് വെച്ചാൽ എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം അത് എൻഡിലാണ് നോക്കാൻ പോണേ. അപ്പോൾ എൻഡ് വരെ നോക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ് ഈ സമയത്ത്? ഫൂൾ, പേജ് ഓഫ് സ്വർഡ്സ്, King of Pentacles, Five of Cups. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? Nine of Pentacles, Eight of Pentacles, Strength, Lovers. നിങ്ങളുടെ മ്യൂച്വൽ എനർജി എന്താണ്? മ്യൂച്വൽ എനർജിയാണ് എംപ്രസ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു എംപ്രസ് എനർജിയാണ്. ഇത് ടോറസ് അല്ല, ഇത് ലീബ്ര ഇല്ലിട്ട് ടോറസ് എനർജി ആവാം. പക്ഷേ ഇത് നിങ്ങളുടെ എനർജി ആവാം, ഇല്ലാച്ച ഈ പേഴ്സൻ്റെ എനർജി ആവാം. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഇതൊരു മ്യൂച്വൽ എനർജിയാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് രണ്ട് തരത്തിലാവാം. ഒന്ന്, ഈ പേഴ്സണും നിങ്ങളുടെ ഒരു കുട്ടി ഉണ്ടാവാൻ വഴിയുണ്ട്, ഓറെൽസ് മേ ബി നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കും, ഓറെൽസ് ഈ പേഴ്സൺ പ്രഗ്നൻ്റ് ആവാം. അതല്ലാച്ച മേ ബി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ആൻഡ് അതായിരിക്കാം ഒരു റീസൺ നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കണത്. അപ്പോൾ ഈ എംപ്രസ് ആരാണെന്ന് ക്ലാരിഫൈ ചെയ്യാം. എംപ്രസ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇത് മോസ്റ്റ് ഓഫ് ദ കേസസിൽ എനിക്ക് തോന്നുന്നത് ഇത് ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണേ. ഓർ മേ ബി നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ടൊരു ഓഫർ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണിനെ കാണുമ്പോൾ നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ കുട്ടികൾ വേണം, ഒരു ഫാമിലി വേണം, അങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഒരു ഓഫർ കൊടുക്കാൻ നോക്കുന്നത്. ഓറെൽസ് ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ലോങ് ടേം ഓഫർ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡ് ഫൂളാണ്, ഏരീസ് എനർജി നിങ്ങളുടെ സൈഡിൽ. ഞാൻ കാണുന്നത് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് നിങ്ങൾ എടുക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ. ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ ഒരു അത്ര നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് അത്ര ആലോചിച്ചിട്ടുണ്ടാവില്ല. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ ഇഷ്ടമായി, നിങ്ങൾ കുറച്ച് ഡേറ്റ് ചെയ്തു, ഇങ്ങനെ മീറ്റ് ചെയ്തു ആൻഡ് നിങ്ങൾ അങ്ങനെ ഫ്യൂച്ചർ പ്ലാനിങ് ഒന്നും ചെയ്തിരുന്നില്ല. ഈ പേഴ്സണും നിങ്ങളുടെ നിങ്ങളെ അറിയായിരുന്നു മുമ്പ് തന്നെ. മേ ബി വർക്കിൻ്റെ ത്രൂ ആയിരിക്കും നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതല്ലാച്ച ഈ പേഴ്സൺ നിങ്ങളെ മുമ്പ് തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഇവിടെ മ്യൂച്വൽ അട്രാക്ഷനാണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങൾ ഒരു ജോബ് സിനാരിയോയിലായിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പേജ് ഓഫ് സ്വർഡ്സ് ഇവിടെ ഒരു ക്യൂരിയസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ സൈഡിലും കുറേ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഈ പേഴ്സണെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ പേഴ്സൺ എന്താണ് ചെയ്യണത്, അവരെവിടെയാണ് വർക്ക് ചെയ്യണത്, വർക്കല്ല, എങ്ങനെയായിരുന്നു അവരുടെ പാസ്റ്റ്, എന്താണ് അവർ പഠിച്ചത്, അങ്ങനെ ഒരു ക്യൂരിയസ് എനർജിയാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ സൈഡിന് 8 ഓഫ് പെൻറ്റിക്കിൾസ്. ഒരു ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലായിരിക്കാം, മേ ബി നിങ്ങൾ രണ്ടാളും സെയിം കമ്പനിയിലോ സെയിം ജോബ് പ്രൊഫൈൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടാവും. ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ് റിലേഷൻഷിപ്പിൽ. പക്ഷെ കുറച്ചൊരു ഹെസിറ്റൻസിയും ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. നിങ്ങൾ കുറച്ചൊരു കെയർഫുൾ ആയിട്ടാണ് മുമ്പോട്ട് അപ്രോച്ച് ചെയ്യേണ്ടതിനെ ഈ പേഴ്സണിനെ. ടോറസ് എനർജിയാണ് ഇവിടെ. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കുറേ വർക്ക് സെൻട്രിക്, വർക്ക് ഫോക്കസ്ഡ് ആണ് ഇവിടെ. മേ ബി കുറച്ചൊരു വർക്കഹോളിക്കും ആയിരിക്കാം. നിങ്ങളുടെ പ്രയോറിറ്റി ഈ സമയത്ത് വർക്ക് ആയിരിക്കാം. ഈ പേഴ്സൺ കുറേ പേഷ്യൻ്റ്ലി വെയിറ്റ് ആണ് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരും കുറേ ഒരു സ്ട്രെങ്ത് ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളെ
ഡേറ്റിന് വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കറേജ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ടാവും. ഓറൽസ് ഈ റിലേഷൻഷിപ്പിനെ സീരിയസ് ആക്കാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, എങ്ങനെയാണ് ഇത് ചോദിക്കണ്ടേന്ന് വിചാരിക്കുന്നുണ്ടാവും. 5 of Cups ആണ് ഇവിടെ. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ വർക്ക് ഔട്ട് ചെയ്യില്ല, ഈ പേഴ്സൺ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല, അപ്പോൾ മേ ബി ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഫീലിംഗ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നോട്, അതുകൊണ്ട് മേ ബി ഈ പേഴ്സൺ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. പക്ഷെ ആക്ച്വലി ഈ പേഴ്സണിന് ധൈര്യം കിട്ടുന്നില്ല, അവർക്ക് അത്ര കുറച്ചൊരു പേടിയുണ്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് അവർ ഇതുവരെ ചോദിക്കാണ്ടിരുന്നത്. അവർ പക്ഷെ നിങ്ങളെ കുറേ പാഷനറ്റ് ആണ്, അവർ നിങ്ങളെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. ജെമിനൈ എനർജിയാണ് ഇവിടെ. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണെന്ന്. ഈ ഫൂൾ എനർജി ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നത്? ഫൂൾ, Seven of Wands, ഈ പേഴ്സൻ്റെ എനർജിയിൽ 9 of Pentacles എന്താണ്? Hanged Man. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തു ഈ പേഴ്സൻ്റെ ഡയറക്ഷനിൽ, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലായിരുന്നു നിങ്ങൾ പോയിണ്ടായിരുന്നത്. ഇതിൻ്റെ മുമ്പേ മേ ബി നിങ്ങൾ റിലേഷൻഷിപ്സിലുണ്ടായിരുന്നു, പക്ഷെ അത് കുറേ ചാലഞ്ചിങ് റിലേഷൻഷിപ്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്തപ്പോൾ ഓറൽസ് ഈ പേഴ്സണെ മീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല നിങ്ങൾക്ക്. നിങ്ങൾ വിചാരിച്ചു അത് ഓക്കെ, ഇതെങ്ങനെയാ മുമ്പോട്ട് പോകണമെന്ന് നോക്കാം, മേ ബി ഫ്രണ്ട്സായിട്ട് തുടങ്ങാം, പിന്നെ എന്തെങ്കിലും സീരിയസ് ആവുണ്ടാച്ചാൽ അപ്പോൾ നോക്കാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു മേ ബി നിങ്ങൾ ഇരിക്കേണ്ടതിനെ. കുറച്ചൊരു റെസിസ്റ്റൻസ് ഉണ്ട് നിങ്ങളുടെ സൈഡിന് ഒരു സീരിയസ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഈ പേഴ്സണും അത്ര ഒരു റിലേഷൻഷിപ്പ് ഫോക്കസ്ഡ് ആയിരുന്നില്ല, അവരും എന്തോ ഒരു പാസ്റ്റ് എനർജീനെ ഹീൽ ചെയ്യാനായിരുന്നു നോക്കുന്നുണ്ടായിരുന്നെ. പൈസീസ് എനർജിയാണ് ഹാങ്ഡ് മാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവർ നിങ്ങളെ കുറേ മുമ്പ് തന്നെ അറിയുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ആക്ഷൻ എടുത്തിട്ടില്ല ആ സമയത്ത്. അവർ കുറച്ചൊരു പോസ് എനർജിയിലായിരുന്നു. അവർ എങ്ങനെയാ ചോദിക്കണ്ടേ, എങ്ങനെയാ അപ്രോച്ച് ചെയ്യണ്ടേ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ ഒന്നും ആക്ഷൻ എടുത്തില്ല. കുറേ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, എന്തായാലും അവർ അപ്രോച്ച് ചെയ്തില്ല ആ സമയത്ത്. പേജ് ഓഫ് സോർഡ്സ് ഇവിടെ എന്താണ്? 5 of Pentacles. ഈ 5 of Pentacles എന്താണ്? 4 of Pentacles. അപ്പം നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നത് ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഇതിൻ്റെ മുമ്പേ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്സ് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. അപ്പോൾ കുറേ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, സെൽഫ് ഡൗട്ട്. ആൻഡ് അതുകൊണ്ടുമാണ് നിങ്ങൾ കുറേ ഒരു കെയർഫുള്ളായി ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നെ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഒരു ഡിസപ്പോയിൻറ്റിങ് റിലേഷൻഷിപ്പ് വേണ്ടാന്നുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് ആയിട്ട് ഇവിടെ കാണുന്നത്. ഈ പേഴ്സൺ 8 of Pentacles എന്താണ്? 10 of Cups. ഈ പേഴ്സൺ പക്ഷേ ഒരു ലോങ് ടേം ഫ്യൂച്ചർ ആണ് ഇവിടെ കാണുന്നത്. അവർക്കൊരു റൊമാൻറ്റിക് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. കുറേ ഓപ്പൺ ആണ് അവരുടെ ഫീലിങ്സിനെ കുറിച്ച്, അങ്ങനെ ഹൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. കുറേ ഇമോഷണൽ ആണ്, കുറേ സെൻസിറ്റീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. അവർ കുറേ ഓപ്പൺ ആണ്, നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് ആയിരുന്നു. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഈ പേഴ്സൺ മേ ബി ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി ആയിരിക്കാം. ഈ പേഴ്സൺ പക്ഷേ വെരി ഓപ്പൺലി നിങ്ങൾക്ക് അവരുടെ ഫീലിങ്സ് ഒക്കെ പറയുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കുറച്ചൊരു സമയം എടുത്ത് ഡിസൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ മേ ബി അവരോട് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് കുറച്ച് സമയം വേണം ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ, ഒരു പ്ലാൻ ചെയ്യാൻ, ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ ആ സമയം നിങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്. വെർഗോ എനർജി. ഈ പേഴ്സൺ പക്ഷെ കുറേ ഓപ്പൺലി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ ഫീലിങ്സ് ഒക്കെ. അപ്പോൾ ഇവരും കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് വെയിറ്റ് ചെയ്യണം, പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് ഹോപ്പ് ഉണ്ട് അത് നിങ്ങൾ അഗ്രി ചെയ്യുമെന്ന്. എംപറർ ഏരീസ് എനർജിയാണ്. അവർക്ക് അറിയാം, അവർക്കൊരു ഹോപ്പ് ഉണ്ട് അത് നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കും, അവരുടെ സൈഡിൽ വരും, അവരുടെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഈ പേഴ്സണ് ഹോപ്പ് ഉണ്ട്. മേ ബി നിങ്ങൾ രണ്ടാളും ഒരു ഡിസ്റ്റൻസിലാണ് താമസിക്കണമെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ അടുത്ത് വരാൻ നോക്കുന്നുണ്ടാവും, ട്രാവൽ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ അവരെന്തായാലും നിങ്ങളുടെ ആൻസറിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണേ. 5 of Cups ഇവിടെ എന്താണ്?
വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾ ഇതുവരെ ഇപ്പോഴും ഒരു പാസ്റ്റ് എനർജീനെ കുറിച്ച് കുറെ ആലോചിച്ചിട്ടാണ് ഇവിടെ ഒരു ബ്ലോക്കേജ് ഞാൻ അതാണ് കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിരുന്നില്ല, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ കറണ്ട് എനർജിയിലും നിങ്ങളുടെ ഒരു ബ്ലോക്കാണ് ക്രിയേറ്റ് ആവണേ. എന്നുവെച്ചാൽ നിങ്ങൾ ആ പാസ്റ്റിനെ ഇതുവരെ ലെറ്റ് ഗോ ചെയ്തിട്ടില്ല ഫുള്ളി. അപ്പോൾ നിങ്ങൾക്ക് എന്താ പേടിച്ചാൽ ഇത് ആദ്യം സെയിം പാസ്റ്റ് റിലേഷൻഷിപ്പ് മാതിരി റിപ്പീറ്റ് ആവും, നിങ്ങൾ ആദ്യം ഹാർട്ട് ബ്രോക്കൺ ആവും, അങ്ങനത്തെ ഒരു പേടിയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ആൻഡ് അതാണ് മാനിഫെസ്റ്റ് ആവണേ നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ഈ പാസ്റ്റ് പേഴ്സൻ്റെ മാതിരി അല്ല. ഈ പേഴ്സൺ ഞാൻ കാണുന്നത് കുറേ ഡിഫറെൻ്റ് ആണ്, കുറേ സീരിയസ് ആണ്, നിങ്ങളെ കുറച്ച് കുറേ ഡീപ്ലി അവർ നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ട്. പക്ഷെ മേ ബി അവർ അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഇതുവരെ. എക്സ്പ്രസ് ചെയ്തതും അവർ ആ ഫുൾ ഇൻറ്റൻസിറ്റി നിങ്ങളെ കാണിച്ചിട്ടില്ല. കുറേയൊക്കെ കാര്യങ്ങൾ അവർ ഫീലിങ്സ് ഒക്കെ ഹൈഡ് ചെയ്തിട്ട് കുറച്ചൊരു മുഴുവൻ അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ കുറേ ഡീപ്പ് ഫീലിങ്സ് ആണ് ഞാൻ ഇവിടെ കാണുന്നത്, ഒരു ഡീപ്പ് ലവ് ആണ് ഇവിടെ കാണുന്നത്. ക്യാൻസർ, പൈസീസ് എനർജി ആദ്യം, ക്വീൻ ഓഫ് വാൻഡ്സ് ആൻഡ് ജസ്റ്റിസ്, ലീബ്ര എനർജി. ചില കേസസിൽ ഈ പേഴ്സൺ ഒരു ഡിവോഴ്സി ആയിരിക്കാം, ഈ പേഴ്സൻ്റെയും ഒരു ഡിവോഴ്സ് ആയിണ്ടാവും. മേ ബി ഈ കാര്യം അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അതും ഒരു സ്റ്റോറി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് കുറേ ഡീപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? 9 of Wands, Ace of Wands, and outcome എന്താണ്? Judgment and 2 of Pentacles. അപ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ അവർ ഫ്യൂച്ചറിൽ അവർക്ക് കുറേ പേടിയുണ്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്യുമെന്ന്. പക്ഷേ ആ പേടി ഉണ്ടായാലും അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു പുതിയ ബിഗിനിങ് ഇവിടെ പോസിബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രപ്പോസൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തരും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഔട്ട്കം ഞാൻ കാണുന്നത് ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഔട്ട്കം ആണ് ഇവിടെ. ഞാൻ കാണുന്നത് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും റെഡി അല്ല ഫീൽ ചെയ്യണത്. നിങ്ങൾ ആക്ച്വലി ഷുവർ അല്ല ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൈറ്റ് പേഴ്സൺ ആണോ അല്ല എന്ന്. ആൻഡ് ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയോ ഈ പേഴ്സൺ ആക്ച്വലി ലെറ്റ് ഗോ ആണ് ചെയ്യണത്. എന്ന് വെച്ചാൽ അവർക്ക് അറിയാം ഇപ്പോൾ അവർക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല എന്ന് അവർക്കറിയാം. അവർ ഓഫർ തന്നു, പക്ഷെ ഇപ്പോൾ ഡിസിഷൻ നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടേന്ന് ആ ചോയ്സ് നിങ്ങളുടെയാണ്. ചില കേസസിൽ ഞാനിവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ ഇത് കുറേ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെയോ നിങ്ങളുടെ പാസ്റ്റ് ഇപ്പോഴും നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ ഫ്യൂച്ചർ എനർജീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ റിജക്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണതെന്ന് ആണ് ഇവിടെ ഞാൻ ഔട്ട്കം ആയിട്ട് കാണുന്നത്. പക്ഷെ അതെല്ലാവർക്കും ആവില്ല. ചില കേസസിൽ മേ ബി നിങ്ങളൊരു ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പിൽ പോകാനും റെഡി ആവാം. പക്ഷെ ഈ സമയത്ത് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അത്രയൊരു ഓപ്പൺ അല്ല ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സ്കോർപ്പിയോ, ലീബ്ര എനർജി കാണാണ്ട്, പൈസീസ്, ക്യാൻസർ കുറേ സ്ട്രോങ് ആയിട്ടുണ്ട്, ടോറസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ്. ജെമിനായി ഉണ്ട്. ഇതാണ് മേജർ സൈൻസ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ മെസ്സേജ് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ എനർജി കുറച്ചാണ്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. അത്ര സെഷൻസ് ഇപ്പോൾ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇയർ എൻഡ് ആവാറായി. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ബട്ട് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ടേക്ക് കെയർ.